ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഗേസ് നമ്മൾ ഇന്ന് വന്നിട്ട് ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ചെറിയൊരു ഫെസ്റ്റിവലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് പോകാനായിട്ട് ഈവനിങ് പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോഴാണ് ഇവൻ പനി പറ്റിച്ചത്. ഇവന് ചെറിയൊരു പനിയൊക്കെ വന്നു. അന്ന് പിന്നെ തണുപ്പൊന്നും അടിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് അന്ന് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7:30 തൊട്ടുണ്ടോ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു 12 മണി വരെയൊക്കെ ഏകദേശം ഇവിടെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വന്നത്. എന്നാൽ തിരിച്ചു പോകുമ്പോഴോ അങ്ങനെ മോള് വന്ന പാടെ മോളുടെ പരിപാടി ആരംഭിച്ചു കേട്ടോ. അവൾ എവിടെ പോയാലും ഫസ്റ്റ് വൺ ഇതിലാണ് കേട്ടോ ആദ്യം കയറുക. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറാത്തൊരു സംഭവമാണ് കേട്ടോ ഈ തൊട്ടിൽ. ഇതെനിക്ക് കാണുന്ന തന്നെ പേടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഫെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കാൻ മാത്രമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കയറാൻ എനിക്ക് പേടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കൂടുതലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ കൂടുതലുമായിട്ടുള്ളത്. പിന്നെ കൂടുതലും ഇങ്ങനത്തെയുള്ള പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഗോളടിക്കുന്നത് ഫുള്ള് പൊന്നൂസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ മമ്മി ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നിൽക്കുക, ഞാൻ പോട്ടെ, ഞാൻ പോയി തൊട്ടിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞ ആളൊരു പോക്കായിരുന്നു കേട്ടോ. ആൾക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞതുപോലെ തൊട്ടിലുമായിട്ടൊരു അഗാധ ബന്ധമുള്ളത് പോലെയാണ് കേട്ടോ. ഇതുപോലുള്ള പരിപാടി വന്നാൽ ആദ്യം പോയി കയറുന്നത് ഈ തൊട്ടിലാണേ. അങ്ങനെ ഒരാൾ തൊട്ടിലെല്ലാം കയറി, ഒരാൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവത്തിലേക്ക് കയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കിതൊന്നും പറ്റത്തില്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നും. കാരണം അവർക്കതൊരു കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കാണുന്ന നമ്മുടെ കണ്ണിൽ അയ്യോ അത് വീഴുവോ, കൈക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക്. പിന്നെ ഗേസ് ഇത് നോക്കിക്കേ, ചെന്നൈ എക്സ്പ്രസ് പോകുന്ന പോലെ ഒരു സംഭവം പോകുന്ന പോക്ക് കണ്ടോ. ഈ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇത് വലിയ പേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറയാനായിട്ട് നമ്പർ 2 കൊട്ടയ്ക്കകത്ത് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ മമ്മി കയറിപ്പോയിട്ട് ആളിതുവരെ ഇറങ്ങിയിട്ടില്ല. ആള് നല്ല കറങ്ങലാണ് കേട്ടോ. അപ്പം നമ്മുടെ മോൾ ഈ പറഞ്ഞതുപോലെ ഏതായാലും വന്നതല്ലേ, എന്നാ പിന്നെ മുതലാക്കിയേക്കാന്നുള്ള മട്ടിലാണ് കേട്ടോ മോളിവിടെ. ആ ടൈമിൽ മമ്മി ഇതാണ്ട് ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ എന്ന് പറയുന്നത് പോലെ ഇതാണ്ട് അതിലൊക്കെ ഇറങ്ങിയിട്ട് ആളിവിടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ഗേസ് കഥയുടെ ടെസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറാത്തൊരു സംഭവത്തിൽ കയറി, അതോടുകൂടി എൻ്റെ ബോധവും പോയി. ഈ ഒരു സംഭവത്തിൽ കയറിയതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ പുറത്ത് നിന്ന് ഭീഷിക്കുന്നതൊന്നുമല്ല നമ്മൾ അടുത്ത് ചെല്ലുമ്പം കാണുന്നതെന്ന്. ഫസ്റ്റ് വണ്ണാണ് ഇതിൽ കയറുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് കയറിയപ്പം ചെറുതായിട്ട് എടുത്തൊരു ഷോട്ടാണ് കേട്ടോ. അതിനുശേഷമുള്ളതൊന്നും എനിക്ക് പിന്നെ ഓർമ്മയില്ല. അപ്പം ഞാനതിൽ കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം തല നേരെ നിൽക്കുന്നുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ തല കറക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ഫെസ്റ്റോട് കൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അതിൽ കയറില്ല. എൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളും കൂടി ഉണ്ടായിരുന്നു. മോള് ഭയങ്കര കാർ ചെയ്യുന്നു. ഒക്കെ കൂടി ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനിയിപ്പം കഴിഞ്ഞത് കഴിഞ്ഞു, ഒരു പറ്റ ആർക്കാണേലും പറ്റുമല്ലോ എന്നോർത്ത് സമാധാനിക്കാം. അപ്പോൾ ഇതുപോലെ ഫെസ്റ്റിൽ പോയിട്ട് എന്നെ പോലെ ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. ടാറ്റാ.